ട്രംപിന്റെ ഗാസ സമാധാന ബോർഡിൽ ചേരാനുള്ള ഓഫർ നിരസിച്ച് ചൈന. ഐക്യരാഷ്ട്രസഭയെ കേന്ദ്രമാക്കി അന്താരാഷ്ട്ര സംവിധാനത്തോട് ബീജിംഗ് ഉറച്ചു നിൽക്കുന്നുവെന്ന് അടിവരയിട്ട് സമാധാന ബോർഡിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം ചൈന നിരസിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് യൂജിങ് വ്യാഴാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ ഈ പരാമർശങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തോട് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവർ വ്യക്തമാക്കി. MOFA വക്താവ് ബോർഡിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം ചൈനയ്ക്ക് ലഭിച്ചു. ചൈന എല്ലായ്പ്പോഴും യഥാർത്ഥ ബഹുരാഷ്ട്രവാദം പ്രയോഗിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര രംഗം എങ്ങനെ വികസിച്ചാലും ഐക്യരാഷ്ട്രസഭയെ കേന്ദ്രമാക്കി അന്താരാഷ്ട്ര സംവിധാനത്തെയും അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തെയും UN ചാർട്ടറിന്റെ ഉദ്ദേശ്യങ്ങളെയും തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ചൈന ഉറച്ചു നിൽക്കും. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറം യോഗത്തിനോടനുബന്ധിച്ച് ഈ ആഴ്ച ഗാസ സമാധാന ബോർഡ് ഔദ്യോഗികമായി രൂപീകരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രസ്താവന. മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതുവരെ ചേർന്നതിൽ വെച്ച് ഏറ്റവും അഭിമാനകരമായ ബോർഡ് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയേക്കാൾ കൂടുതൽ ജോലി സമാധാന ബോർഡിന് ചെയ്യാനാകുമെന്ന് ഇറാനിയൻ ആണവ ഭീഷണി പുറത്തെടുത്തു വഴിയാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം നേടിയെടുത്തതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമുക്ക് എല്ലാവരെയും വേണം, എല്ലാ രാഷ്ട്രങ്ങളെയും വേണം. ആളുകൾക്ക് നിയന്ത്രണവും അധികാരവുമുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും നമുക്ക് വേണം. നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇതുവരെ ഒത്തുചേർന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബോർഡാണിത്. എല്ലാവരും അതിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൽ ചില വിവാദപരമായ ആളുകളുണ്ട്. പക്ഷേ ജോലി പൂർത്തിയാക്കുന്ന ആളുകളാണ് ഇവർ വളരെയധികം സ്വാധീനമുള്ള ആളുകളാണ്. ബോർഡിലെ എല്ലാ കുഞ്ഞുങ്ങളും അതിനാൽ അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹത്തെ സ്വീകരിച്ചു. പലരും സ്വീകരിച്ചു. അംഗീകരിക്കാത്ത ആരെയും എനിക്കറിയില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് മികച്ചതായിരിക്കും. സമാധാന ബോർഡിനെ കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു സമാധാന ബോർഡ് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും അഭിമാനകരമായ ബോർഡായിരിക്കും. ഐക്യരാഷ്ട്രസഭ ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുമായി ഞങ്ങൾ പ്രവർത്തിക്കും. പക്ഷേ സമാധാന ബോർഡ് പ്രത്യേകമായിരിക്കും. നമുക്ക് സമാധാനം ഉണ്ടാകും. അത് ആരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ ഗാസയിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് സമാധാനമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വലിയ സമാധാനം. അത് സാധ്യമാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഇറാൻ ആണവ ഭീഷണി ഇല്ലാതാക്കിക്കൊണ്ടാണ് അത് സംഭവിച്ചത്. അതില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ബോർഡ് ശരിക്കും അതിശയകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏതൊരു ബോർഡിലും ഏറ്റവും അഭിമാനകരമായ ബോർഡായിരിക്കുമെന്നും ഞാൻ കരുതുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള 20 ദിന സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഗാസ ബോർഡ് ഓഫ് പീസ് രൂപീകരണം ഗാസ മുനമ്പിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഘർഷാനന്തര പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപ് സമാധാന ബോർഡ് നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോൾ ആഗോള സംഘർഷത്തിന് കൂടുതൽ വിശാലമായി മധ്യസ്ഥത വഹിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. വൈറ്റ് ഹൗസ് പ്രസ്താവന പ്രകാരം നിർദ്ദിഷ്ട എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾ ഗാസയുടെ സ്ഥിരതയ്ക്കും ദീർഘകാല വിജയത്തിനും നിർണായകമായ വകുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കും. ഭരണശേഷി വർദ്ധിപ്പിക്കൽ, പ്രാദേശിക ബന്ധങ്ങൾ പുനർനിർമ്മാണം, നിക്ഷേപ ആകർഷണം, വലിയ തോതിലുള്ള ധനസഹായം, മൂലധന സമാഹരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും $1 ബില്യൺ വാഗ്ദാനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ബോർഡിൽ സ്ഥിരം സീറ്റുകൾ ലഭിക്കും. അതേസമയം പണം നൽകാത്തവർക്ക് 3 വർഷത്തെ കാലാവധിയിൽ ചേരാം. ബുധനാഴ്ച CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ 25 രാജ്യങ്ങൾ വരെ ബോർഡിൽ ചേരാനുള്ള ക്ഷണം സ്വീകരിച്ചതായി US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച രാജ്യങ്ങളിൽ ഇസ്രായേൽ, കൊസോവോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഹംഗറി, ബെലാറസ്, അസർബൈജാൻ, ഈജിപ്ത്, അർമേനിയ, തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ, ജോർദാൻ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.